ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നാച്ചുറൽ ബ്ലോസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ടിപ്പാണ്. മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലെല്ലാം മാറി പുതിയ മുടി കിളിർത്ത് വരാനും ഇത് സഹായിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഉലുവ മുടി തഴച്ചു വളരാൻ വളരെ നല്ലതാണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഉലുവ വെള്ളവും. ഉലുവയിൽ ധാരാളം ഫോളിക് ആസിഡും അതുപോലെ തന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ എ തുടങ്ങിയ വൈറ്റമിൻസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കും. മാത്രമല്ല അകാല നര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും ബെസ്റ്റാണ് ഉലുവ. ഇത് മുടിക്ക് ആരോഗ്യം നൽകാനും കഷണ്ടി വരാതിരിക്കാനും ഒക്കെ തന്നെ ഉലുവ വളരെയധികം ഫലപ്രദമാണ്. മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിയിലെ കായം മാറ്റാനും മുടി നല്ല സ്മൂത്താക്കി വെക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഒരു 3-4 ടീസ്പൂൺ ഉലുവ തലേ ദിവസം രാത്രി തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് ഇടുക. പിറ്റേ ദിവസം ഇത് അരിച്ചെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് 1 സ്പൂൺ ആവണക്കെണ്ണയും 1 വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവണക്കെണ്ണ പതുക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ശരിക്കും മിക്സ് ആയിട്ട് കിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആവണക്കെണ്ണയ്ക്കും അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലിനും പകരമായിട്ട് നിങ്ങൾ ഡെയിലി തലയിൽ തേക്കുന്ന കാച്ചിയ എണ്ണയാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഈ വെള്ളം സാധാരണ നമ്മൾ എണ്ണയൊക്കെ തേക്കുന്നത് പോലെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് വേറൊരു മെത്തേഡിലൂടെ ഇത് തലയിൽ തേക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരു സ്പ്രേ ബോട്ടിലിൽ ഈ വെള്ളം, ഈ ഉലുവയും ഓയിലും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ വെള്ളം ആക്കിയതിന് ശേഷം സ്കാൽപ്പിലേക്ക് ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഏത് മെത്തേഡിലൂടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉലുവ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് തലയിൽ വെക്കണം. അതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം വീര്യം കുറഞ്ഞ ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഉലുവ വെള്ളം ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 2 ആഴ്ച നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അതുപോലെ തന്നെ മുടിക്ക് നഷ്ടപ്പെട്ടു പോയ ഉള്ള് തിരിച്ചു കിട്ടാനും ഇത് സഹായിക്കും. മാത്രമല്ല മുടി വേഗത്തിൽ നീളം വയ്ക്കാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും. തലയിലെ താരൻ പോകാനായിട്ടും വളരെ നല്ലതാണ് ഉലുവ വെള്ളം. അപ്പോൾ എന്തുകൊണ്ടും മുടിക്ക് ബെസ്റ്റാണ് ഉലുവ വെള്ളം നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന ഉലുവ വെള്ളം നിങ്ങൾക്ക് 2 ദിവസം വരെ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഉലുവ വെള്ളം തയ്യാറാക്കി വയ്ക്കാം. 2 ദിവസത്തിൽ കൂടുതൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. 2 ദിവസം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ബാക്കി കുതിർത്തി വെച്ചിട്ടുള്ള ഉലുവ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ഹെയർ മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്കത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കഞ്ഞിവെള്ളത്തിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അല്പം ചെമ്പരത്തിയുടെ ഇല, അലോവേര ജെല്ല്, തൈര് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് തലയിൽ തേക്കാം. അങ്ങനെ നമുക്കതൊരു ഹെയർ മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ തുമ്മലോ അല്ലെങ്കിൽ സൈനസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഇത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം 15 മിനിറ്റ് മാത്രം തലയിൽ വെച്ചാൽ മതി. കാരണം ഈ ഉലുവ എന്ന് പറയുന്നത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനെ നീർക്കെട്ടിൻ്റെ പ്രശ്നം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം 15 മിനിറ്റ് മാത്രം ഇത് തലയിൽ വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് മുടി വാഷ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഇതിനെക്കുറിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്